അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അറബിച്ച് ചോദിക്കാൻ വിചാരിച്ച ചോദ്യം എന്തായിരിക്കും എന്ന് കരുതി നമ്മുടെ ഷെഫി ഉസ്താദ് അത് നോക്കി നിൽക്കുകയാണ്. മാഡം, അങ്ങ് എന്താണ്? ഷെഫി ഉസ്താദ്, എനിക്ക് വളരെയധികം കാര്യപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. അത് എന്തൊക്കെ തന്നെയായാലും എൻ്റെ ഭർത്താവായ അർബാവിനോടുകൂടി ചോദിച്ചിട്ട് പറയാം. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. താങ്കൾ ഇപ്പോൾ പോയിക്കോളും. അപ്പോഴാണ് ഷെഫി ഉസ്താദിന് ആശ്വാസമായത്. അദ്ദേഹം അവിടെ നിന്നിറങ്ങി. അറബിയുടെ ഭാര്യയ്ക്ക് വളരെയധികം നല്ല രീതിയിലുള്ള ഖുർആൻ വചനങ്ങൾ, അതും നല്ല തജ്വീദ് നിയമപ്രകാരം അതും തർജ്ജമ ചെയ്തുകൊണ്ടാണ് ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്നത്. അതിൽ നിന്ന് അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് അറിവുകൾ നേടിയത് കൊണ്ട് തന്നെ ആണ് ബീവിക്ക് അങ്ങനെ ഒരു ആലോചന മനസ്സിലേക്ക് വന്നതും. എന്തൊക്കെ തന്നെയാലും തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് ഇത് പറയണമെന്നവർ ആഗ്രഹിച്ചു. ആ രാത്രി അതാ സഫിയ ബീവി അവരുടെ അറബി രാത്രി ഉറങ്ങുവാൻ വന്ന സമയത്ത് അദ്ദേഹത്തോടായി പറയുന്നു, അത് ബാബ, എനിക്ക് അങ്ങയോടൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? എന്ത് കാര്യമാണ് എൻ്റെ സഫിയ നീ ആഗ്രഹിക്കുന്നത്? ബാബ, ഞാൻ അന്ന് പറഞ്ഞല്ലോ ഒരു കാര്യം. നിനക്ക് ഇഷ്ടപ്പെട്ട ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തന്നല്ലോ പെണ്ണെ. ഇനി എന്ത് നിൻ്റെ ആഗ്രഹം? ബാബ, അതുമാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് ഇനിയും എനിക്ക് ഒരു ആഗ്രഹം കൂടിയുണ്ട്. എന്താഗ്രഹമാണ്? പറഞ്ഞോളൂ, എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ സാധിച്ചു തരാം. നീ അന്ന് പറഞ്ഞ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തന്നല്ലോ. അൽഹംദുലില്ലാ, മാഷാ അല്ലാ. എൻ്റെ ബാബ, അതിൽ ഞാൻ വളരെയധികം സംതൃപ്തിയാണ്. കാരണം ഞാൻ പഠിക്കാഞ്ഞിട്ടല്ല, പഠിച്ച കാര്യങ്ങളിൽ ഒരുപാട് തെറ്റുകളുണ്ടായിരുന്നു എനിക്ക്. അതെല്ലാം വളരെയധികം കൃത്യമായും വ്യക്തമായും എല്ലാം മനസ്സിലാക്കി തന്നത് അദ്ദേഹമാണ്, എൻ്റെ ഉസ്താദ് ഷഫീഖ് ഉസ്താദ്. അതെ, അതുകൊണ്ട് തന്നെ എനിക്ക് എന്താണെന്നറിയില്ല, അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം വിശ്വാസമാണ്. ബീവി എന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. ബാബ, നിങ്ങൾക്ക് അത് കേൾക്കുവാൻ താല്പര്യം ഉണ്ടാവുമോ? നിങ്ങളത് പറഞ്ഞാൽ ദേഷ്യപ്പെടുമോ എന്ന് ഞാൻ ഭയക്കുന്നുണ്ട്. നിന്നോട് ഞാൻ ദേഷ്യപ്പെടാറുണ്ടോ? ഇതങ്ങനെയല്ല. ഇത് നിങ്ങൾ മിക്കവാറും ദേഷ്യപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. എൻ്റെ സ്വന്തം ഭാര്യയായ നിന്നെ ഞാൻ ഷെഫി ഉസ്താദിൻ്റെ അടുക്കിലേക്ക് ഖുർആൻ പഠനത്തിന് വേണ്ടി പറഞ്ഞയക്കുന്നു. ഞങ്ങൾ പരസ്പരം കാണുന്നില്ല, അങ്ങനെയല്ലേ? അതെ, നിങ്ങൾ കാണുന്നില്ല, അതൊക്കെയാണ്. പക്ഷേ എങ്കിലും അത്രക്കും വിശ്വാസം കൊണ്ടാണല്ലോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ ഒരു ഷെഫി ഉസ്താദിനെ നിയോഗിച്ചു തന്നത്, നിങ്ങളുടെ പഠനത്തിന് വേണ്ടി. എന്നിട്ട് നീ എന്താ വീണ്ടും എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്? എന്തുകൊണ്ടാ? എന്ത് സംഭവം എന്ന് പറയോ? ഞാൻ പറയാം. അല്ലയോ ബാബ, എന്നാണ് നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ്? ഇനി 2 ദിവസം. ഓക്കെ, 2 ദിവസം കഴിഞ്ഞിട്ട് ഞാനത് പറഞ്ഞാൽ പോരെ? അതായിരിക്കും നല്ലത്. ആയിക്കോട്ടെ, നിൻ്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി. ഓക്കെ, ഇൻഷാ അല്ലാ. എന്തായിരിക്കും തൻ്റെ ഭാര്യ തന്നോട് പറയുവാൻ ആഗ്രഹിക്കുന്നതെന്ന് അറബി ഒരുപാട് ആലോചിച്ചു. എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ട് അവൾ പറയാമെന്ന് പറഞ്ഞതല്ലേ, ഇനി അതാവാമെന്നും അറബി അതാ കരുതുന്നു. ആ ദിവസം രാത്രി കഴിഞ്ഞു. പിറ്റേന്ന് അതാ അവിടെയുള്ള ഫിലിപ്പീൻസ് പെണ്ണ് സുലൈഖ അറബിച്ചിയുടെ വാതിലിനടുത്തേക്ക് വരുന്നു. അറബിച്ചി പുറത്തിറങ്ങിയിട്ടില്ലായിരുന്നു. മേഡം, മേഡത്തിൻ്റെ വാതിൽ മുട്ടിക്കൊണ്ട് അതാ അവൾ വിളിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മേഡം വാതിൽ തുറക്കുന്നു. എന്താ സുലൈഖ? മേഡം, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? മേഡം, ഞാൻ എപ്പോഴും പറയാറില്ലേ എനിക്ക് ലീവ് തരണം കുറച്ചെന്ന്. ഞാൻ വന്നിട്ട് ഇപ്പം എത്രയായി? എനിക്ക് ഒരു 2 മാസമെങ്കിലും എനിക്ക് ലീവ് തന്നൂടെ? സുലേഖ, നീ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് പോകും? എനിക്കതിൽ യാതൊരു ഉറപ്പും പറയാനില്ല. കാരണം നീ എന്ന് വെച്ചാൽ ഇവിടുത്തെ വിശ്വസ്തയായ ഒരു പെണ്ണാണ്. എനിക്കും എൻ്റെ ഭർത്താവായ അറബിക്കും ഒക്കെ അറിയുന്ന ഒരാൾ. അതുകൊണ്ട് തന്നെ നിനക്ക് ലീവ് തരുന്ന കാര്യം, നിനക്ക് ഞാൻ അല്പം കൂടി
സാലറി കൂട്ടിത്തരാം, നീ നാട്ടിലേക്കൊക്കെ അയച്ചു കൊടുക്ക്, വീട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്ക്, നീ എത്രയെന്ന് വെച്ചാൽ. അത് സുലേഖ, നീ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യം കുറച്ച് പിന്നോട്ടായിരിക്കും. കാരണം ഇവിടുത്തെ ഒരു കാര്യം ഞാൻ നോക്കുന്നില്ല. ജസ്റ്റ് സാലറി കൊടുക്കുക, കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ച കുറച്ച് കാര്യങ്ങൾ മാത്രമെന്നല്ലാതെ അതിനപ്പുറത്തേക്കായിട്ട് നീ പോയി കഴിഞ്ഞാൽ പിന്നെ കിച്ചണിൽ ഇവിടെ ആളൊക്കെ ഉണ്ട്. ഓക്കെ, നിനക്ക് കിച്ചൺ ഡ്യൂട്ടി അല്ല ഒരിക്കലും, അതെനിക്കറിയാം. എങ്കിലും അത് ഓരോരുത്തരെ വിളിക്കാനുള്ളതും കൃത്യമായ സ്ഥലത്ത് അവരെ എത്തിക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ നിനക്ക് ഉണ്ടായത് കൊണ്ട് തന്നെ അത് ഏതായാലും ജൂണിൽ സ്കൂളൊക്കെ അടക്കല്ലേ. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞല്ലോ 2 മാസമെങ്കിലും കണ്ടില്ലേ, വീട്ടിൽ നിന്നൊക്കെ കോളുകൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ലീവ് തരണം. സുലേഖ ലീവ് ആവശ്യപ്പെട്ടത് അർബിച്ചിക്ക് തീരെ അങ്ങ് ഇഷ്ടമായില്ല. എന്ന് മാത്രമല്ല, സുലേഖ നീ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ, അതിന് സ്കൂള് അടക്കല്ലേ, പിന്നെ ഇപ്പം എന്തിനാ ഞാൻ കൂടുതലായിട്ട്, എൻ്റെ ഡ്യൂട്ടി ഇതൊക്കെയല്ലേ. പിന്നെ കിച്ചണിലൊക്കെ നിങ്ങൾക്ക് വേറെ ആളുകളുണ്ടല്ലോ, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുവാനോ ഡ്രസ്സ് കഴുകാനും അയൺ ചെയ്യുവാനും, അതൊക്കെ എനിക്കുള്ള ഡ്യൂട്ടി മോളുടെ ഒക്കെ അല്ലേ. അല്ലാതെ ഇപ്പോൾ ശരിയാണ്, എനിക്ക് അവളുടെ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് ടെൻഷനുള്ളത്. മേഡം എന്തൊക്കെ തന്നെയാലും 2 മാസത്തോളം ലീവല്ലേ, അപ്പോൾ മേഡം ഇവിടെ ഉണ്ടാവുമല്ലോ. പിന്നെ ഇപ്പോൾ സുലേഖ നീ പറയുന്നതൊക്കെ ശരി തന്നെയാണ്. എനിക്ക് നിന്നെ നാട്ടിലേക്ക് പറഞ്ഞു വിടാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല. നിനക്കുണ്ട് കുടുംബങ്ങൾ, എല്ലാവരും ഉണ്ട്. പക്ഷേ ഞാൻ എന്തെന്നറിയില്ല, എനിക്ക് നിന്നെക്കുറിച്ച് കൂടുതൽ സ്വാർത്ഥത. അതെ, നീ പോകരുത്, എപ്പോഴും ഇവിടെ ഉണ്ടാകണം, ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ ഒന്നുകൂടി നല്ലത് നീയാണ് എന്നുള്ള ഒരു തോന്നലൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുക, നിനക്ക് ഒരിക്കലും നിന്നോട് പോകണ്ടെന്ന് പറയുവാനുള്ള അധികാരം അതെനിക്കില്ല. നിനക്ക് പോകാം. ഒരിക്കലും ഒരാളെയും വേദനിപ്പിക്കുന്നത് അതും എനിക്കിഷ്ടമല്ല. ശരിയാണ്, നീ വന്നിട്ട് എത്ര വർഷമായി? 2 വർഷത്തോളമായി. ശരിയാണ്, അത് നീ എപ്പോഴും പറയാറുണ്ട്. 2 മാസത്തെ ലീവ് മാത്രമാണ് നീ ചോദിച്ചത്. ഈ ഒരു സമയത്ത് നീ ഇത് ചോദിച്ചത് ലീവ് കണക്കാക്കിയിട്ട് ഒക്കെ തന്നെയാണ്. നീ ഒരു 6 മാസം പോയി നിന്നോളൂ, എന്നാലും എനിക്ക് കുഴപ്പമില്ല. മാഡം 6 മാസമൊന്നും വേണ്ട, 2 മാസം മാത്രം മതി. അത് മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. സ്കൂൾ അടക്കുന്ന കാലമല്ലേ. അല്ല, മോളുടെ സ്കൂൾ അടുത്ത മാസം അത് അടക്കുന്നില്ല, പിന്നത്തെ മാസമാണ്. അത് അവളെ ഒരു പുതിയൊരു കോഴ്സിന് വേണ്ടിയും ഞാൻ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശരിക്കും അതാ സുലേഖ വിഷമിച്ചു. അവർ തല താഴ്ത്തി നിന്നു. ഏയ് നീ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇൻഷാ അല്ലാഹ് മറ്റന്നാൾക്ക് ശേഷം ഞാൻ നിനക്ക് അതിനുള്ള റീപ്ലൈ തരാം. ഓക്കെ, നീ പോയിക്കോ സുലേഖ. എന്തായിരിക്കും അറബിച്ച് അവളോടും പറയുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എന്ന് അവൾക്കൊരിക്കലും മനസ്സിലായില്ല. എന്തായിരിക്കും മേഡം എന്നോട് അങ്ങനെ പറഞ്ഞത്, 2 ദിവസത്തിനുള്ളിൽ വിവരം തരാമെന്ന്. എന്തൊക്കെ തന്നെയല്ല, എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകൽ അത്യാവശ്യമായിട്ടുണ്ട്. അവരൊക്കെ എന്നെ വിളിക്കുന്നുണ്ട്, കാണാൻ കൊതിയാവുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തപ്പം ഞാൻ ചെയ്യുക, എനിക്കൊന്നും അറിയുന്നില്ല. ഈ സമയം ഷെഫി ഉസ്താദും സുലേഖയും ഒരേ ടെൻഷനിലായിരുന്നു. ഷെഫി ഉസ്താദിൻ്റെ മനസ്സിലും ഒരു കാര്യം പറയുന്നതിനെ കുറിച്ച്, അതുപോലെ തന്നെ ഫിലിപ്പൈൻസ് പെണ്ണിൻ്റെതും അതുപോലെ തന്നെ അറബിയുടെയും മനസ്സിൽ എന്തായിരിക്കും തൻ്റെ ഭാര്യ പറയാനിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് മാത്രമായിരുന്നു അവരുടെയൊക്കെ ചിന്തകൾ. പക്വതയോടു കൂടി മാത്രം സംസാരിക്കുന്ന അറബിച്ചി കാര്യമല്ലാതെ മറ്റൊന്നും സംസാരിക്കില്ല. വെറുതെ തമാശയും കാര്യങ്ങളും പറയുന്ന കൂട്ടത്തിലല്ലായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ അവരുടെ ഓരോ വാക്കുകളും ശ്രദ്ധിച്ചാണ് അവർ ഉപയോഗിക്കാറുമുള്ളത്. അതിലെന്തെങ്കിലും കറക്റ്റായിട്ട് ഒരു കാര്യം കാണുകയും ചെയ്യും. ഫിലിപ്പൈൻസ് പെണ്ണ് വിചാരിക്കുകയാണ്, പഠിച്ചോനെ എന്തൊക്കെയായിരിക്കും, എന്തായിരിക്കും 2 ദിവസത്തിന് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട്. ഇവിടെ എനിക്ക് എല്ലാം കൊണ്ടും സുഖമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട് കൂടുതൽ ഡ്യൂട്ടി കാര്യങ്ങളൊന്നുമില്ല. പ്രധാനപ്പെട്ടൊരു ഡ്യൂട്ടി എന്ന് വെച്ചാൽ അത് കറക്റ്റ് രീതിയിൽ ഞാനത് ചെയ്യുന്നുണ്ട്. 2 നേരം ആ ഒരു ഡ്യൂട്ടി ഞാൻ ചെയ്യുന്നുണ്ട്. അതുതന്നെയാണ് എൻ്റെ ഇവിടുത്തെ കറക്റ്റ് ഡ്യൂട്ടി.
അതിൽ നിന്നാണ് ഞാൻ ലീവ് ചോദിച്ചതും. ഇനി 2 മാസമെങ്കിലും നാട്ടിൽ പോയി നിന്നിട്ട് വരാമെന്നാണ് കരുതിയത്. പക്ഷേ ഇനി എന്തൊക്കെയാണ് മാഡം പറയുക, എനിക്ക് യാതൊരു അറിവുമില്ല. എന്തൊക്കെ തന്നെയായാലും വേണ്ടില്ല, 2 ദിവസമല്ലേ, അതങ്ങ് വെയിറ്റ് ചെയ്യാം. അവൾ ലീവ് ചോദിച്ച അന്ന് മുതൽ അതാ അറബിച്ചിക്ക് വല്ലാത്തൊരു സങ്കടം പോലെയുണ്ടായിരുന്നു മനസ്സിൽ. അപ്പോഴെല്ലാം അറബി ചോദിക്കും, അല്ല സഫിയ, എന്ത് നിൻ്റെ മുഖത്തൊരു വാട്ടം? നീ ഇങ്ങനെയല്ലായിരുന്നല്ലോ, എന്തു പറ്റി നിനക്ക്? ഏയ് എന്തെന്നറിയില്ല എനിക്ക് ബാബാ. എന്തുണ്ടെങ്കിലും പറയോ? പറയാം, എനിക്കെൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്. പക്ഷേ അത് സക്സസ് ആവുമോ എന്നുള്ള രീതിയിലാണ് എനിക്ക് പേടി. എനിക്ക് എന്തൊക്കെയോ മനസ്സിനുള്ളിലേക്കൊരു ഭയം കടന്നു വരുന്നു. എന്തുണ്ടെങ്കിലും പറയണമെന്ന് പറഞ്ഞിട്ട് നീ 2 ദിവസത്തെ കണക്കാണ് എനിക്ക് തന്നത്. ഞാൻ പറയാം ബാബ. എപ്പോഴും ദുഃഖിതയായി നിൽക്കുന്ന തൻ്റെ ഭാര്യ ശരിക്കും അറബിക്ക് സംശയം തോന്നി തുടങ്ങുന്നു. എന്തായിരിക്കും എൻ്റെ പെണ്ണിൻ്റെ മനസ്സിലുള്ളത്? എന്തിനാണ് അവൾ ഭയക്കുന്നത്? എന്താണ് അവൾ ആവശ്യപ്പെടുന്നത്? അവൾ കാര്യമായിട്ടൊന്നും പറയുന്നുമില്ല. പെട്ടെന്ന് ഭർത്താവിനോട് കാര്യം അന്വേഷിച്ചപ്പോൾ, അതെ സുലേഖ നാട്ടിലേക്ക് പോവാൻ ലീവ് ചോദിച്ചിരിക്കുന്നു. അറബി ഒരു നിമിഷം, സുലേഖ പോയാൽ? അതെ, സുലേഖ പോകുകയാണത്രേ. അപ്പോൾ എനിക്ക് ടെൻഷനുണ്ട്. അത്രക്കും വിശ്വസ്തയായൊരു പെണ്ണിനെ എവിടെ നിന്നെ? ആ കാര്യത്തിലും എനിക്ക് നമ്മുടെ കിച്ചൺ സെർവൻസ് അതൊന്നും പറ്റത്തില്ല. അവരൊക്കെ 2 പേരും രണ്ടും കണക്കാ. ഇവള് തെറ്റായ രീതിയിലൊന്നും നമ്മളിതുവരെ കണ്ടിട്ടില്ല. ഏഷണിയും പരദൂഷണവും കാര്യങ്ങളുമില്ല. അവൾ അവളുടേതായിട്ടുള്ളൊരു ജീവിത ശൈലി നമ്മൾക്കനുസരിച്ച് നിൽക്കും. അങ്ങനെയായിരുന്നു സുലേഖ. അവൾ പോയിക്കഴിഞ്ഞാൽ അവൾ പോയിക്കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഉദിച്ച ഒരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം അത് നടപ്പിലാക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ എനിക്ക് തലങ്ങും വിലങ്ങും ചിന്തിച്ചിട്ടും എനിക്ക് അതിനുള്ള ഉത്തരം കിട്ടുന്നില്ല. നിങ്ങളോട് ഞാൻ പറയാം ഇൻഷാ അല്ലാ മറ്റന്നാളെ. അതുവരെ നിങ്ങളും ക്ഷമിച്ച് നിൽക്കണം. അതുവരെ പടച്ച റബ്ബിനോട് ഞാൻ ദുആ ചെയ്യട്ടെ, എല്ലാം ഒന്ന് ക്ലിയറായി കിട്ടുവാൻ വേണ്ടിയിട്ട്. അവളുണ്ടാകുമ്പോൾ എന്താണെന്നറിയില്ല, വല്ലാത്തൊരു സമാധാനമായിരുന്നു, സന്തോഷമായിരുന്നു. അല്ല ബാബ, എന്നായിരുന്നു ഷെഫി ഉസ്താദിന് ടെസ്റ്റ്? അതെ, മറ്റന്നാൾ. അത് കഴിയട്ടെ, എന്നിട്ട് ബാക്കി ഞാനെല്ലാം പറയാം കേട്ടോ, ഇൻഷാ അല്ലാ. അത് പറഞ്ഞുകൊണ്ട് ഉളൂഹ് ചെയ്ത് അതാ ബീവി നിസ്കരിക്കുവാൻ വേണ്ടി അകത്തേക്ക് പോയി. ഇൻഷാ അല്ലാ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എന്തായിരിക്കും അറബിച്ചി പറയുവാൻ ഉദ്ദേശിക്കുന്നത്? അവരുടെ മനസ്സിൽ എന്തായിരിക്കും? ഉസ്താദിനോടായാലും അറബിയോടായാലും അതുപോലെ തന്നെ സുലേഖയോട് ആയാലും എന്തൊക്കെ അവർക്ക് പറയുവാൻ മനസ്സിനുള്ളിൽ ഒരുപാട് ബാക്കി വെച്ചിട്ടുണ്ട്. അത് എന്തായിരിക്കും പറയാനുണ്ടാവുക? ഷെഫി ഉസ്താദിന് സന്തോഷമുള്ള ന്യൂസായിരിക്കുമോ? അതോ സുലേഖക്ക് സന്തോഷമുള്ള ന്യൂസായിരിക്കുമോ? അതല്ല തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് സന്തോഷമുള്ള ന്യൂസായിരിക്കുമോ? നമുക്ക് കാത്തിരിക്കാം അതിന് വേണ്ടിയിട്ട്. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാനൊരു കാര്യം ഇന്നലെ പറഞ്ഞത്, എനിക്ക് ചെറിയൊരു അസുഖമുള്ളതിനെക്കുറിച്ച്. അപ്പോൾ പല ആളുകളും അത് ദുആ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ വോയിസൊക്കെ ആയിട്ട് പടച്ച റബ്ബ് പെട്ടെന്ന് ഷിഫയാക്കി തരട്ടെ എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യണ മെസ്സേജ് വോയിസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിട്ടിരുന്നു. അപ്പോൾ എന്തൊക്കെ തന്നെ അൽഹംദുലില്ലാ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും പടച്ച റബ്ബ് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് ഇതാ എനിക്ക് എൻ്റെ ശരീരത്തിൻ്റെ ബാക്കിൽ ഒരു പുറം ഭാഗത്തായിട്ട് തോളിൽ കുറച്ച് താഴെയായിട്ട് നല്ലൊരു പെയിനുള്ളൊരു കുരുവുണ്ടായിരുന്നു. ഭയങ്കര വേദനയായിരുന്നത്. വളരെയധികം വേദന സഹിച്ച് എൻ്റെ ഉപ്പ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ അത് ഡോക്ടർ പറഞ്ഞിരുന്നത് കീറി ഒഴിവാക്കണം, സർജനെ കാണിക്കണം, ചെറിയൊരു ഓപ്പറേഷൻ വേണ്ടി വരുന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു. അൽഹംദുലില്ലാ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് അത് ആ ഒരു കുരു പൊട്ടിപ്പോയി. വേദന ഒരുപാട് കുറഞ്ഞിട്ടു. ഇനിയും കുറച്ചുകൂടെ ഉണ്ട്. എന്നാലും അൽഹംദുലില്ലാ അള്ളാഹുവിന് സ്തുതി. നിങ്ങളോടൊക്കെ പ്രത്യേകം എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയുന്നില്ല. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് അള്ളാഹു സ്വീകരിച്ചതും കേട്ടതും ഒക്കെ. അപ്പോൾ എല്ലാവർക്കും പ്രാർത്ഥിച്ച് എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കണം. നമ്മൾക്കൊക്കെ നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയും. അതുപോലെ തന്നെ തിരിച്ച് നിങ്ങൾ എന്നോട് പറയുമ്പോഴൊക്കെ നമുക്ക് ഇങ്ങനൊരു ഗ്രൂപ്പ് വഴി ഇങ്ങനൊരു ദുആ അങ്ങോട്ട് ഇങ്ങനെ
പറയുവാനൊരു ചാൻസ് കിട്ടിയാൽ ആരുടെ ദുആയാണ് പടച്ച റബ്ബ് സ്വീകരിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അല്ലേ? നിങ്ങളുടെ ഇപ്പോൾ ആരൊക്കെ ദുആ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ആമീൻ പടച്ച റബ്ബ് ആരുതാണ് സ്വീകരിക്കാൻ പറയാൻ പറ്റില്ല. അതൊരുപാട് ഇബാദത്ത് ചെയ്യണോൽതെന്നല്ല, പണ്ഡിതരെന്നോ പാമരരെന്നോ വ്യത്യാസമില്ലാതെ അള്ളാഹു ദുആ കേൾക്കുന്നതാണ്. അപ്പോൾ ആരുടെയും എളിയവൻ്റെ പ്രാർത്ഥന, ആക്രമിക്കപ്പെടുന്നവരുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്നൊക്കെയാണല്ലോ. അപ്പോൾ എന്തൊക്കെ തന്നെ അൽഹംദുലില്ലാ അത് പകുതി സുഖമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഷുഗർ നല്ല രീതിയിൽ ഉണ്ട്. ആദ്യമായിട്ട് ചെക്ക് ചെയ്യായിരുന്നു, ഏകദേശം 500-നടുത്താണ് എനിക്ക് ഷുഗർ ഉള്ളത്. ആദ്യമായിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി, കാരണം ഇതുവരെ നോക്കിയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് നോക്കിയപ്പോൾ അതും ഭയങ്കര അളവ് കൂടുതലായിട്ടുണ്ട്. അത് നല്ല പറ്റിയ മരുന്നൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് പറഞ്ഞു തരട്ടെ. പച്ചമരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇംഗ്ലീഷ് മരുന്ന് കുടിക്കുന്നുണ്ട്. 2 ദിവസമായിട്ട് ഇപ്പോൾ തുടങ്ങി. ഇനിയിപ്പോൾ എന്തെങ്കിലും പച്ചമരുന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് മാറാനുള്ള എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞു തരി, കമൻറ്റ് ഇടണം കേട്ടോ. ഞാനതുപോലെ ഇൻഷാ അല്ലാഹ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തൊക്കെ തന്നെയാലും പടച്ച റബ്ബ് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു ഹൈറും ബർക്കത്തും നിങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.